നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ കടലിൽ അമേരിക്കയുടെ വമ്പൻ നീക്കം. തൊട്ടു പിന്നാലെ അപകടം മണത്ത് ടെഹ്റാനിൽ അടിയന്തര യോഗം. ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഘോര യുദ്ധമെന്ന് പ്രഖ്യാപിച്ച് പ്രകോപനം തുടരുന്ന IRGCയുടെ തല കൊയ്യാൻ 3 വിനാശകാരികളെ ഇറക്കി US പടനീക്കം. ഇറാൻ മുനമ്പിൽ തീയിട്ട് ട്രംപ് ചെക്ക് വെച്ചു. അമേരിക്ക നേരിട്ട് യുദ്ധം ചെയ്യുന്നത് ഇപ്പോൾ ഇറാൻ ഭരണകൂടത്തോടല്ല, റവല്യൂഷണറി ഗാർഡിനോടാണ്. കീഴടങ്ങാൻ അല്ലെങ്കിൽ സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകാൻ ഭരണകൂടം തയ്യാറാകുമ്പോൾ ഭരണകൂടത്തെ വിരട്ടി യുദ്ധത്തിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നത് ഇറാൻ സേനയാണ്. ഇനിയും ഇവരെ വെറുതെ വിടുന്നത് നല്ലതിനല്ലെന്ന് ട്രംപിന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. വെടിനിർത്തൽ കാലാവധി നീട്ടിയിരിക്കുകയാണ് ട്രംപ്. എന്നാൽ ഇത് അവസാനിക്കുമ്പോൾ ഇറാൻ സേനയുടെ നെഞ്ചത്ത് തീയിടുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാനെ കടലിലും ആകാശത്തും വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പശ്ചിമേഷ്യൻ കടലിൽ മുൻപെങ്ങുമില്ലാത്ത വിധം വമ്പൻ നാവിക വിന്യാസമാണ് അമേരിക്ക നടത്തുന്നത്. നിലവിൽ മേഖലയിലുള്ള 2 വിമാനവാഹിനി കപ്പലുകൾക്ക് പുറമെ മൂന്നാമതൊന്നിനെ കൂടി വിന്യസിച്ചതോടെ US നാവിക ശക്തിയുടെ 3 സ്ട്രൈക്ക് ഗ്രൂപ്പുകളാണ് ഒരേ സമയം ഇറാൻ തീരത്തിന് സമീപം അണിനിരക്കുന്നത്. ശീതയുദ്ധത്തിന് ശേഷമുള്ള കാലയളവിൽ ഇത്ര വലിയൊരു സന്നാഹം പശ്ചിമേഷ്യയിൽ ഒരുമിച്ച് വിന്യസിക്കപ്പെടുന്നത് ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ഇപ്പോൾ അപകടം മണത്തിരിക്കുന്നത്. തിരക്കിട്ടുള്ള ചർച്ചകളാണ് ടെഹ്റാനിൽ നടക്കുന്നത്. അബ്ബാസ് അരാഗ്ചിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ചർച്ചകളോട് പൊരുത്തപ്പെടാൻ IRGC തയ്യാറല്ല. എന്ത് ചർച്ചകൾ വേണമെങ്കിലും ഭരണകൂടം നടത്തിക്കൊള്ളൂ, പക്ഷേ എന്ത് നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് IRGC സ്വന്തം ഭരണകൂടത്തെ പോലും ഇപ്പോൾ വെല്ലുവിളിക്കുന്നത്. ഞങ്ങൾക്ക് സമാധാനമല്ല, യുദ്ധമാണ് ഇനിയും നടക്കാൻ പോകുന്നത്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും അന്ത്യം കുറിച്ചേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണ് IRGC കൊലവിളിക്കുന്നത്. IRGCക്ക് പൂട്ടിടാനാണ് പശ്ചിമേഷ്യൻ കടലിൽ വമ്പൻ സേനാ വിന്യാസം അമേരിക്ക നടത്തിയിരിക്കുന്നത്. USS എബ്രഹാം ലിങ്കൺ നിലവിൽ അറേബ്യൻ കടലിൽ സജീവമാണ്. USS ജെറാൾഡ് R. ഫോർഡ് റെക്കോർഡ് വേഗത്തിൽ 295 ദിവസമായി പശ്ചിമേഷ്യയിൽ തുടരുന്നു. USS ജോർജ് H.W. ബുഷ് നോർഫോക്കിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി ഇപ്പോൾ മേഖലയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഹോർമുസ്, ബാബേൽ മന്ദേബ്, ചെങ്കടൽ എന്നിവിടങ്ങളിൽ ഞങ്ങളുടെ രോമത്തിൽ തൊടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന വെല്ലുവിളിയായിരുന്നു IRGC നടത്തിയത്. എന്നാൽ ഈ പശ്ചിമേഷ്യൻ കടലിൽ അതിശക്തമായ നാവിക വിന്യാസം നടത്തി അങ്ങ് ടെഹ്റാന്റെ നെഞ്ചത്തോട്ട് വരെ ഞങ്ങൾ വന്ന് കയറും എന്ന മുന്നറിയിപ്പാണ് US പട നൽകിയിരിക്കുന്നത്. സാധാരണയായി ഒരു വിമാനവാഹിനി കപ്പൽ മാത്രമാണ് ഈ മേഖലയിൽ അമേരിക്ക നിലനിർത്താറുള്ളത്. എന്നാൽ നിലവിലെ സാഹചര്യം പരിഗണിച്ച് ഇത് 3 ആക്കി ഉയർത്തിയത് ഒരു വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായിട്ടാണ് സൈനിക നിരീക്ഷകർ കാണുന്നത്. USS ജോർജ് H.W. ബുഷ് മാത്രം 1092 അടി നീളമുള്ളതും 5000-ഓളം സൈനികരും ആധുനിക FA-18 സൂപ്പർ ഹോർനെറ്റ് F-35 യുദ്ധവിമാനങ്ങളും ഇതിലുണ്ട്. ഓരോ വിമാനവാഹിനി കപ്പലിനും അകമ്പടിയായി ഗൈഡഡ് മിസൈൽ ക്രൂയിസറുകൾ, ഡിസ്ട്രോയറുകൾ, ആക്രമണകാരികളായ അന്തർവാഹിനികൾ എന്നിവയുമുണ്ട്. ഇറാന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഈജിസ് കോമ്പാക്ട് സിസ്റ്റം ഈ കപ്പലുകൾക്കെല്ലാം സുരക്ഷ ഒരുക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം തടയുന്നതിനിടയിൽ ചർച്ചകൾക്ക് തയ്യാറാവാത്ത ഇറാനെ പൂർണ്ണമായും വരിഞ്ഞു മുറുക്കാനാണ് ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഈ 3 കപ്പലുകളും ഒരേ സമയം വിന്യസിക്കപ്പെട്ടതോടെ ഒരു നിമിഷം പോലും ഇടവേളയില്ലാതെ ആകാശത്ത് നിന്നും കടലിൽ നിന്നും ഇറാനെ നിരീക്ഷിക്കാനും ആക്രമിക്കാനും അമേരിക്കയ്ക്ക് കഴിയും. ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഇറാന്റെ പ്രധാന താവളങ്ങളെ ഏത് നിമിഷവും ലക്ഷ്യം വെക്കാൻ ഈ സൈനിക വിന്യാസത്തിലൂടെ സാധിക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. US നാവികസേനയുടെ മൊത്തം പ്രവർത്തനത്തിന്റെ 41% ഇപ്പോൾ പശ്ചിമേഷ്യൻ മേഖല കേന്ദ്രീകരിച്ചാണ് എന്നത് സംഭവത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നു. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം ഉറപ്പാണെന്ന സൂചനയാണ് വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്നത്. ഇറാൻ ഭരണകൂടത്തിന് ഇപ്പോൾ അവിടെ വലിയ റോളില്ല എന്നുള്ളത് ഏകദേശം അമേരിക്കയ്ക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റവല്യൂഷണറി ഗാർഡിനെ ഉന്മൂലനം ചെയ്യുന്ന ഒരു നീക്കത്തിലേക്ക് അമേരിക്ക എത്തിയിരിക്കുകയാണ്. ഒന്നുകിൽ കരാറിൽ ഏർപ്പെടുക, ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളതാണ് ഇറാന്റെ മുന്നിലുള്ള ഓപ്ഷൻ എന്നാണ് അമേരിക്ക വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരാണ് ഞങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ എന്നുള്ള കൊലവിളിയാണ് IRGC തിരിച്ചു നടത്തുന്നത്. ഇവിടെ എന്ത് തീരുമാനിക്കണം എന്ന് ഞങ്ങൾക്കറിയാം, അതിൽ അമേരിക്ക തലയിടേണ്ട കാര്യമില്ലെന്നും നിങ്ങൾക്കുള്ള മറുപടി ഉടൻ തന്നെ തരും എന്നൊക്കെയാണ് IRGC കൊലവിളിക്കുന്നത്.
ഇറാനിൽ ഇപ്പോൾ ഭരണം നടത്തുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡാണ്. അവരുടെ നിയന്ത്രണത്തിലേക്ക് ഭരണകൂടം എത്തിയിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനെ പാവ പ്രസിഡന്റായി മാത്രം നിലനിർത്തിയെന്നാണ് ഇപ്പോൾ ചില മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതിനെ ചൊല്ലിയും ഇറാൻ ഭരണകൂടവും IRGCയും തമ്മിൽ ഭിന്നതയുണ്ടെന്നാണ് സൂചന. ഹോർമുസിനെ വീണ്ടും IRGC കടുത്ത നിയന്ത്രണത്തിലാക്കിയിരിക്കുകയാണ്. പുതിയ ഇന്റലിജൻസ് മന്ത്രിയെ നിയമിക്കാനുള്ള പ്രസിഡന്റ് പെസഷ്ക്യാന്റെ നീക്കവും IRGC തടഞ്ഞു. മന്ത്രിസ്ഥാനത്തേക്ക് പെസഷ്ക്യാൻ പരിഗണിച്ചിരുന്ന ഹുസൈൻ ദേഖാൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ IRGC ചീഫ് കമാൻഡർ അഹമ്മദ് വാഹിദി തള്ളി. ഭരണകൂടത്തിൽ ഇനി ആരൊക്കെ വരണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന മുന്നറിയിപ്പാണ് പെസഷ്ക്യാൻ ഉൾപ്പെടെയുള്ളവർക്ക് IRGC കൊടുത്തിരിക്കുന്നത്. അതായത് പെസഷ്ക്യാനും അബ്ബാസ് അരാഗ്ചി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഭരണകൂട ഉദ്യോഗസ്ഥർക്ക് വലിയ റോളില്ലാതായി മാറിയിരിക്കുന്നു. പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം നിർണായകമായ ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സമാധാന ചർച്ച ഉണ്ടാകും എന്നുള്ളതായിരുന്നു എല്ലാവരും കണക്കുകൂട്ടിയത്. എന്നാൽ പാക് മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾ ഫലം കാണാതെ നിലച്ച സാഹചര്യത്തിലാണ് ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നീട്ടാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുമാനിച്ചത്. ഇറാൻ തങ്ങളുടെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതുവരെ വെടിനിർത്തൽ തുടരുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. നിലവിലെ സങ്കീർണമായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സംഭവിക്കാനിടയുള്ള 4 പ്രധാന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, താൽക്കാലിക കരാറും നയതന്ത്രപരമായ നീക്കങ്ങളും. US-ഉം ഇറാനും തമ്മിൽ ഒരു താൽക്കാലിക ധാരണയിൽ എത്തുക എന്നതാണ് ആദ്യത്തെ സാധ്യത. ഇതൊരു പൂർണ്ണമായ സമാധാന കരാർ അല്ലെങ്കിലും കൂടുതൽ ചർച്ചകൾക്കായി സമയം കണ്ടെത്താനുള്ള ഒരു വഴിയായിരിക്കും. ഇറാനുമേലുള്ള ഉപരോധങ്ങളിൽ ഭാഗികമായ ഇളവുകൾ നൽകുന്നതിനും പകരമായി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളിൽ കർശന നിയന്ത്രണം കൊണ്ടുവരുന്നതിനും ഈ ഘട്ടത്തിൽ ശ്രമമുണ്ടായേക്കാം. ഇസ്ലാമാബാദിലെ മധ്യസ്ഥർ ഇത്തരമൊരു അണ്ടർസ്റ്റാൻഡിങ്ങിനായി കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവിടെ ഒരു വിലങ്ങുതടി IRGC ആണ്. IRGC ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറല്ല. അവർക്ക് യുദ്ധം തന്നെയാണ് ആവശ്യം. ഇനി രണ്ടാമത്തെ ഒരു നീക്കം അനിശ്ചിതത്വം നിറഞ്ഞ വെടിനിർത്തൽ തുടർച്ച. രണ്ടാമത്തെ സാധ്യതയാണ് ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഇല്ലാതെ തന്നെ വെടിനിർത്തൽ കാലാവധി നീണ്ടുപോകുന്നതാണ്. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണം എന്ന അമേരിക്കയുടെ കർശന നിലപാടും ഉപരോധങ്ങൾ നീക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന ഇറാന്റെ വാശിയും ചർച്ചകളെ സങ്കീർണമാക്കുന്നുണ്ട്. എങ്കിലും പെട്ടെന്നൊരു യുദ്ധത്തിലേക്ക് നീങ്ങാൻ ഇരുപക്ഷവും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ താൽക്കാലികമായി വെടിനിർത്തൽ നീട്ടി നയതന്ത്ര ശ്രമങ്ങൾക്ക് കൂടുതൽ അവസരം നൽകിയേക്കും. അത് നമ്മൾ കണ്ടല്ലോ. ഒരു വെടിനിർത്തൽ കരാർ നീട്ടുന്നതിലേക്ക് ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുകയാണ്. അതായത് പൂർണ്ണമായും ഇവർ സമാധാന ചർച്ചയ്ക്കും കരാറിൽ ഏർപ്പെടാനും തയ്യാറാകണം. അതുവരെ ഇതിങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നത്. 3, ദുർബലമായ സമാധാനവും ഉപരോധങ്ങളും. ഇറാൻ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിൽ പോലും ട്രംപ് ഏകപക്ഷീയമായി വെടിനിർത്തൽ നീട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത് വളരെ ദുർബലമായ ഒരു സമാധാനമായിരിക്കും. ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഉപരോധം വഴി പ്രതിദിനം $500 മില്യൺ നഷ്ടം ഇറാന് സംഭവിക്കുന്നുണ്ട് എന്നാണ് US അവകാശപ്പെടുന്നത്. കടലിലെ ഈ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഏത് നിമിഷവും ഒരു യുദ്ധത്തിന് തിരികൊളുത്തപ്പെടാം. അതാണ് മറ്റൊരു ഭീതിതമായ വശം. ചർച്ചകളുടെ പരാജയവും വൻ യുദ്ധത്തിൻ്റെ തുടക്കവുമാണ് 4ാമത്തെ സംഭവം. അത് ഭയപ്പെടേണ്ടത് തന്നെയാണ്. ഏറ്റവും ഭയാനകമായ സാഹചര്യവും. ഇസ്ലാമാബാദ് ചർച്ചകളിൽ അന്തിമ തീരുമാനമായില്ലെങ്കിൽ ഇറാനെ പൂർണ്ണമായി തകർക്കുമെന്നും നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ ബോംബ് വെച്ച് നശിപ്പിക്കുമെന്നും ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ പുതിയ യുദ്ധതന്ത്രങ്ങളുമായി തങ്ങളും സജ്ജമാണെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യം പശ്ചിമേഷ്യയെ ആകമാനം തകർക്കുന്ന ഒരു വൻ യുദ്ധത്തിലേക്ക് ലോകത്തെ നയിച്ചേക്കാം. ഇറാൻ തങ്ങളുടെ നിർദ്ദേശങ്ങൾ എപ്പോൾ സമർപ്പിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ സമാധാനം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വെടിനിർത്തൽ നീട്ടിയ നടപടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം പിൻവലിക്കാത്തത് സംഘർഷം അയവില്ലാതെ തുടരാൻ കാരണമാകുമെന്ന് പാകിസ്ഥാനും വാദിക്കുന്നുണ്ട്. കാരണം ഹോർമുസ് അടച്ചിടുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നടുവൊടിക്കുന്ന സാഹചര്യമാണ്. നയതന്ത്രം വിജയിക്കുമോ അതോ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമാകുമോ എന്ന് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇതിനിടയിലാണ് അമേരിക്കയെ ചൊറിഞ്ഞുകൊണ്ട് ഒരു യുദ്ധക്കളത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം IRGC നടത്തുന്നത്. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് അമേരിക്ക എത്തിക്കഴിഞ്ഞാൽ IRGCയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. കാരണം
IRGC ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അത് തുറന്ന് സമ്മതിക്കാൻ IRGC തയ്യാറാകുന്നില്ല. ആയുധങ്ങൾ സ്വരുക്കൂട്ടിക്കൊണ്ട് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. കടലിലേക്ക് ഇവർ യുദ്ധം വ്യാപിപ്പിച്ചതിനൊരു കാരണമുണ്ട്. അതായത് ആവനാഴിയിലെ ആയുധങ്ങൾ തീർന്നതോടെയാണ് കടലിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗറില്ല മോഡൽ ആക്രമണങ്ങൾ പുറത്തെടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് ഈ യുദ്ധം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അമേരിക്ക ഉപരോധം നീക്കിയാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. പുതിയ ചർച്ചയ്ക്ക് മുൻപ് അമേരിക്ക വെടിനിർത്തൽ ലംഘനം അവസാനിപ്പിക്കണമെന്ന് ഇറാൻ അംബാസഡർ അമീർ സയ്യിദ് ഇരവാനി പറഞ്ഞു. ഉപരോധം നീക്കിയാൽ ഇസ്ലാമാബാദിലെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് സാഹചര്യം നേരിടാനും ഇറാൻ തയ്യാറാണ്. സൈനിക ആക്രമണത്തിന്റെ തുടക്കക്കാർ ഞങ്ങളല്ല. ഒരു രാഷ്ട്രീയ പരിഹാരത്തിന് അവർ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. യുദ്ധമാണ് അവർ നോക്കുന്നതെങ്കിൽ ഇറാൻ അതിനും തയ്യാറാണെന്നും അമീർ സയ്യിദ് ഇരവാനി പറഞ്ഞു. അമേരിക്ക പിടിച്ചെടുത്ത ടൗസ്ക കപ്പൽ വിട്ടയക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാൻ അംബാസഡർ UN സെക്രട്ടറി ജനറലിന് അയച്ച കത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കപ്പലിന് നേരെയുണ്ടായ ആക്രമണം അന്താരാഷ്ട്ര നിയമ ലംഘനമാണെന്ന് ഇറാൻ അറിയിച്ചു. അതേസമയം ഹോർമുസിൽ കപ്പലിന് നേരെ IRGC വെടിവെച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഒമാൻ തീരത്തിനടുത്താണ് വെടിവെപ്പുണ്ടായത്. ഏത് രാജ്യത്തിന്റെ കപ്പലിനാണ് വെടിയേറ്റത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇറാനെതിരായ യുദ്ധത്തിൽ 2 ആഴ്ചത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടിയതായി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അമേരിക്കൻ ധാർഷ്ട്യത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാണ് IRGC നടത്തുന്നത്. എന്നാൽ പശ്ചിമേഷ്യ വീണ്ടും രക്തച്ചൊരിച്ചിലിന്റെ വക്കിലെത്തുമെന്ന് അമേരിക്കയും വെല്ലുവിളിക്കുന്നു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കിയതുപോലെ അമേരിക്കയുടെ പരസ്പര വിരുദ്ധമായ സന്ദേശങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനിലേക്ക് ചർച്ചകൾക്ക് പോകേണ്ടതില്ല എന്ന നിലപാടിലാണ് IRGC ഉള്ളത്. അമേരിക്കയുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള അന്തരമാണ് സമാധാനത്തിനുള്ള തടസ്സം. അധിനിവേശ ശക്തികളുടെ അഹങ്കാരത്തിനു മുന്നിൽ സ്വന്തം പരമാധികാരം പണയപ്പെടുത്തി ചർച്ചകൾക്കില്ല എന്ന് IRGC ആവർത്തിക്കുന്നു. യുദ്ധം ആരംഭിച്ച ശേഷം ഇറാനിലുണ്ടായ 3375ഓളം മരണങ്ങൾക്ക് ഉത്തരവാദി അമേരിക്കയുടെ അധിനിവേശ താൽപ്പര്യങ്ങൾ മാത്രമാണ്. ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലും ലബനനിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ പശ്ചിമേഷ്യയെ മൊത്തം കുരുതിക്കളമാക്കാനുള്ള അമേരിക്കൻ ഇസ്രയേൽ ഗൂഢാലോചനയുടെ ഫലമാണ്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുമ്പോഴും സ്വന്തം പൗരന്മാരെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ട്രംപ് യുദ്ധം തുടരുകയാണ്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കിരാത നയങ്ങൾക്ക് മുന്നിൽ ഇറാൻ ഒരിക്കലും മുട്ടുമടക്കാൻ പോകുന്നില്ല എന്ന് IRGC കട്ടായം പറയുന്നു. സമാധാനത്തിനുള്ള അവസാന അവസരവും ട്രംപ് ഭരണകൂടം തൊലച്ചു. ഇനി എന്ത് സംഭവിക്കുമെന്ന് ലോകം ഭീതിയോടെ നോക്കി നിൽക്കുമ്പോൾ തൻ്റെ മണ്ണും പവിത്രമായ വിശ്വാസങ്ങളും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം അധിനിവേശ ശക്തികളുടെ അന്ത്യം കുറിക്കാനുള്ള തുടക്കമായി മാറും എന്നാണ് IRGC വാദിക്കുന്നത്. ഈ ഒരു കൊലവിളിയുമായിട്ട് IRGC നിൽക്കുമ്പോൾ IRGCയെ കൊന്നെറിയും എന്നുള്ള മറുപടിയാണ് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.